നമസ്കാരം. കർമ്മി ബ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കർമ്മി ബ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ട്രാവൽ ആൻഡ് കുക്കിങ്ങിൻ്റെ ചാനൽ 5000 സബ്സ്ക്രൈബർ കഴിഞ്ഞു. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. കുറേ നാളായി ഞാൻ ലെങ്ത് വീഡിയോ ചെയ്തിട്ട് ജോലി തിരക്കൊക്കെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇന്നൊരു ലെങ്ത് വീഡിയോ ഇടാമെന്ന് വിചാരിച്ച്. നമ്മുടെ ചേച്ചിമാർക്കൊക്കെ അത്യാവശ്യം ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് കാണാം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്ന വീഡിയോ എന്ന് പറയുമ്പോഴേക്കും ഇതാണ് കേട്ടോ. അതായത് നമ്മുടെ ചേച്ചിമാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ ഇതെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ എറണാകുളം പാലാരിവട്ടം ബൈപ്പാസിനടുത്തിട്ടുള്ളൊരു വീടാണ്. അതായത് ടൗണിൽ ഒരു ഇത്തിരി സ്പേസേ കാണത്തുണ്ടാവൂ. അതായത് ഒരു 2-3 സെൻറ്റ് സ്ഥലമൊക്കെ ആയിരിക്കും. പക്ഷേ ഞാൻ കണ്ടതിൽ ഏറ്റവും എനിക്ക് ഭംഗിയായിട്ട് തോന്നിയത് മിക്കുള്ള വീടുകളിലും ചെടി ഒരു കുറച്ച് സ്ഥലത്ത് തന്നെ ചെടി മാത്രമല്ല കേട്ടോ, അതിനകത്തേക്ക് ഉള്ള സ്ഥലത്ത് നമ്മുടെ എറണാകുളംകാർ ചെയ്യുന്നത് ഒരു പ്ലാവ് കാണും, ചെറിയൊരു മാവ് കാണും, അതിനകത്തേക്ക് തെങ്ങ്, എന്തൊക്കെ അതിനകത്തേക്ക് ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ എന്താന്നാലും ചെയ്തായിരിക്കും പിന്നെ അവർ ഉള്ള സ്പേസ് ഭംഗിയാക്കുന്നത്. അപ്പോൾ ഞാൻ എന്താന്നാലും ഇത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അതായത് കുറച്ച് സ്പേസിലാണെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് ചെടി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നുള്ളത്, നമ്മുടെ നാട്ടും പുറത്തൊക്കെ ആണെങ്കിൽ പോലും ഒത്തിരി സ്ഥലം ഉണ്ടെങ്കിലും അതിനകത്തേക്ക് അങ്ങനെ തരിശ് ഭൂമിയായിട്ട് കിടക്കണ ഒത്തിരി സ്ഥലം നമുക്കറിയാം കേട്ടോ. ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ പോലും കുറേ സ്ഥലം ഉണ്ടെങ്കിൽ പോലും അതിനകത്തേക്ക് അധികം ചെടിയൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല, കുറച്ച് ചെടി. പക്ഷേ എറണാകുളംകാരുടെ ഒരു എന്താ പറയണ ഒരു ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് കുറച്ച് സ്പേസ് ആണെങ്കിലും അതിനകത്തേക്ക് ഉള്ള ചെടി ചെയ്ത് നല്ല ഭംഗിയാക്കുക എന്നുള്ളത്. ഇപ്പോഴേ ഈ വെയിൽ സമയത്ത് ഇതിനകത്തെ അല്ല കുഞ്ഞു പിള്ളേരെ നോക്കുമ്പോഴാണ് നോക്കാനും. കാരണം വെച്ചാൽ രാവിലെയും വൈകുന്നേരം ഒക്കെ വെള്ളം ഒഴിച്ച് നല്ല ഫ്രഷ് ആക്കി നിർത്തണം. അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ ഏകദേശം ഇതിൻ്റെയൊക്കെ അറിയാവുന്ന പേരുകൾ പറയാം. അതായത് നമ്മുടെ നാട്ടിൽ തന്നെ ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെയൊക്കെ അത്യാവശ്യം കാണുന്ന ഒരു പൂവാണ് കാക്കപ്പൂവെന്ന് പറയും. അത് നിങ്ങൾക്ക് ഏകദേശം പേർക്ക് അറിയായിരിക്കും. പിന്നെ ഇതിനകത്തേക്ക് ഇത് പൈപ്പ് ഒരു പകുതി ആക്കിയിട്ട് അതിനകത്തേക്ക് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അതായത് ഭിത്തിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, ബാഷ്പമാണ് അത്. ഇത് കിച്ചൻ്റെ ഒരു ബാക്കിലായിട്ട് വരും. അപ്പോൾ ആ ബാക്കിൽ അത്രയും ഉള്ള സ്ഥലം ഫില്ല് ചെയ്ത് നല്ല ഭംഗിയായിട്ട് ചെടി ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ആർച്ച് രൂപത്തിൽ ഒരു ചെടിക്ക് വേണ്ടിയിട്ടൊരു സാധനം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഈ പേരറിയില്ല കേട്ടോ, ഒരു ചെടി പടർത്തി വിട്ടിട്ടുണ്ട്. അത് ആർച്ച് രൂപത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കയറി വരുന്നതേ ഉള്ളൂ. ഇതൊക്കെ നമ്മുടെ തെച്ചിയാണ് കേട്ടോ, തെച്ചി. ഇങ്ങനെ കമ്പ് ഇങ്ങനെ പോയിരിക്കുന്നത് ചെമ്പരത്തിയാണ് കേട്ടോ, ചെമ്പരത്തി. അപ്പോൾ ഇതിൻ്റെ പേരൊന്നും അറിയില്ല. പക്ഷേ ഇങ്ങനെയുള്ള ചെടിയൊക്കെ ഒരു അത്യാവശ്യം കുറച്ച് വെച്ചാൽ മതി കേട്ടോ, ഒരു ബൊക്ക പോലെ ആയി വരും. അത്രയും നല്ല ഭംഗിയാണ്. ഇത് നിങ്ങൾക്ക് ഏകദേശം പേർക്ക് അറിയായിരിക്കും, സ്നേക്ക് പ്ലാന്റാണ്. പിന്നെ ഇത് നേരത്തെ ഞാൻ പറഞ്ഞ ആർച്ച് രൂപത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വള്ളി പോലെ പടർത്തിയിട്ടിരിക്കുകയാണ്. പിന്നെ ഇതിനകത്തേക്ക് ഒരു കാര്യം എടുത്ത് പറയേണ്ടത്, ഞാൻ ഇവിടെ കണ്ട ചെടികളിൽ ഏകദേശം പറയാനാണെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ തോടുകളിലൊക്കെ കണ്ടിട്ടുള്ള ചെടിയാണ് കേട്ടോ. സത്യം എനിക്ക് അതിശയമായിപ്പോയി. പിന്നെ ഇവിടെ ഒരു ഫിഷിംഗ് ടാങ്ക് വെച്ചിട്ടുണ്ട്. കുറേ ഗപ്പി മീൻ അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു ഗപ്പികൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഫിഷിംഗ് ടാങ്കിൻ്റെ സൈഡിൽ കുറച്ച് സ്പേസ് ഉള്ളത് അവിടെ ഒരു 3-4 ചെടി വെച്ചിട്ട് അവിടെ നല്ല അത് ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ താഴെ വശം ഇതുപോലെ തന്നെ ഒരേ ലെയറിൽ കുറേ ചെടികളങ്ങ് നട്ടിട്ടുണ്ട്. അതായത് ഇത് ബാഷ്പത്തിൻ്റെ ഒരു വയലറ്റ് കളറാണ്. ബാഷ്പത്തിൽ തന്നെ ഇത് ഒരു അടുക്ക് ബാഷ്പമാണ് കേട്ടോ. പിന്നെ കിച്ചണിൻ്റെ സൈഡിലായിട്ട് തന്നെ സ്റ്റെയറിനകത്ത് ഗ്രോ ബാഗിൽ മഞ്ഞൾ, കോവൽ എന്ന് വേണ്ടുന്ന സാധനങ്ങൾ അതിനകത്തേക്ക് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ചെടിയുടെ പേര് എനിക്കറിയില്ല. അതിൻ്റെ തൊട്ടടുത്തായിട്ട് എറണാകുളത്തിൻ്റെ പ്രിയപ്പെട്ട മരമായിട്ടുള്ള
ചെമ്മീൻ പുളിയുടെ മരമുണ്ട് കേട്ടോ. ഏകദേശം വീടുകളിൽ ഈ ഒരു സാധനം ഉണ്ടായിരിക്കും. കാരണം വെച്ചാൽ എറണാകുളംകാർ ചെമ്മീൻ ഒത്തിരി ഉപയോഗിക്കുന്നുണ്ട് അതിനകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ചെമ്മീൻ പുളി ഇങ്ങനെ പടർന്ന് നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ ഉണ്ട്. തൊട്ടപ്പുറത്തെ സ്ഥലത്തൊരു വാഴയൊക്കെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ തറയിൽ സിമൻറ്റിൻ്റെ തന്നെ ഒരു ഫിഷിംഗ് ടാങ്ക് പണിത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒത്തിരി ഗപ്പിയുണ്ട് കേട്ടോ. നമ്മൊരു വൈകുന്നേരമൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെയൊക്കെ പരിചരിച്ച് ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കയറി ഇറങ്ങി നടക്കുമ്പോഴേക്കും മൈൻഡ് വേറെ ഒന്നല്ലേ, ഭയങ്കരമായിട്ട് ഫ്രീ ആവും. അതിൻ്റെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുമ്പോഴേക്കും വേറെയാണ്. അത് ഈ ചെടിയെ സ്നേഹിക്കുന്നവർക്കും ചെടിയെ പരിചരിക്കുന്നവർക്കൊക്കെ അറിയാമായിരിക്കും. പിന്നെ ഇവിടെ ഒരു ചെടി അതിനകത്തേക്ക് കുപ്പിയിലത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെനിക്ക് കണ്ടെടുത്തോളം ഇത് കൂവയായിട്ടാണ് തോന്നുന്നത്, എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ആ സൈഡ് വരുന്ന ഒരു ലെയറായിട്ട് തന്നെ ആ ഭിത്തിയിലൊരു 3-4 ലെയർ വരുന്ന രീതിയിൽ ചെടി ചട്ടി ഇങ്ങനെ ഭിത്തിയോടുകൂടി ചേർത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തുമാത്രം ചെടിയാണെന്ന് എന്താണെങ്കിലും കൗണ്ട് ചെയ്ത് പറയാൻ പറ്റത്തില്ല, അത്രമാത്രം ചെടികളാണ്. ഇതൊക്കെ കണ്ടെടുത്തോളം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തോട്ടിൻ്റെ സൈഡിലൊക്കെ നിൽക്കുന്ന ഇല്ലിക്കൂട്ടമില്ലേ, ആ ഒരു രീതിയിൽ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഇല വരുന്നതാണ്. പിന്നെ ഇത് നമ്മുടെ മണി പ്ലാന്റിൻ്റെ ഒരു ഇന്ന ശേഖരം തന്നെയുണ്ട്. അതിൻ്റെ പല വെറൈറ്റി ഉണ്ട് കേട്ടോ മണി പ്ലാന്റിൻ്റെ. ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു ബാഷ്പമാണ്, നല്ല ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട്. ശരിക്കും എനിക്ക് ഇവിടെ കണ്ട പല ചെടികളും കണ്ടിട്ട് ചിരി തോന്നി. വേറെ ഒന്നുമല്ല കേട്ടോ ചിരിക്കുന്ന, കളിയാക്കി ചിരിച്ചല്ല. കാരണം ഏകദേശം സാധനങ്ങൾ നമ്മളവിടുത്തെ തോട്ടിൻ കരയിലൊക്കെ ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ വീട്ടിലോട്ട് കൊണ്ട് കയറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വലിച്ചു വിടുക ദൂരെ അറിയും. കാരണം ഇത് ഭയങ്കരമായിട്ട് പടർന്നു പോകുന്ന സാധനമാണ്. ഞാൻ ഓർക്കുമായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇതുപോലത്തെ കുറച്ച് ചെടി കൊണ്ടുവന്നാൽ മതി. ഇത് ശരിക്കും ചുവരിൽ നല്ലൊരു ചുവർ ചിത്രം ചെയ്തു വെച്ചിരിക്കണതാണ് കേട്ടോ. പിന്നെയെന്ന് പറയുമ്പോഴേക്കും കയറുന്ന എൻട്രൻസിൽ ശരിക്കും ഒരു ഒരു സ്റ്റാൻഡ്, അതായത് ഒരു ഗോപുരം പോലത്തെ ഒരു സ്റ്റാൻഡ് ചെയ്തിട്ട് അതിനകത്തേക്ക് നല്ല ഭംഗിയായിട്ട് അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ ചെടി നടുന്നവർ അത് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അത് ശരിക്കും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അത് എങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നതെന്നുള്ളത്. ഇത് നമ്മുടെ 10 മണി ചെടിയാണ്, നല്ല ഭംഗിയായിട്ട് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ചെടി വളർത്തിയാൽ മാത്രം പോരാ, അത് എങ്ങനെ എവിടെ ഏതൊക്കെ രീതിയിൽ അറേഞ്ച് ചെയ്യണമെന്നും കൂടെ നമുക്ക് അറിഞ്ഞിരിക്കണം മീൻസ് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പോൾ അതെന്താണെന്നാലും നല്ല ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും ഇതൊരു ചേട്ടനാണ് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേട്ടോ, പെണ്ണൊന്നുമല്ല. അപ്പോൾ എന്നിട്ട് കൂടി നല്ല ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ എനിക്ക് ഈ ഒരു ചെടി കാണുമ്പോഴേക്കും പണ്ട് നമ്മൾ ബൊക്കെയൊക്കെ ചെയ്യുന്നത് അതിൻ്റെ കൂട്ട് ഇലയാണ്. ഇത് ഭയങ്കര ഒരു കളർഫുള്ളായിട്ട്, ഇതും ശരിക്കും നമ്മുടെ ഈ റോഡ് സൈഡിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ചെടിയാണ്. ഇത് കാണുന്ന കൂട്ടുകാർ ശരിക്കും ഇനി ഇങ്ങനെയുള്ള ചെടിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അത്യാവശ്യം ചട്ടിയൊക്കെ വാങ്ങിച്ചിട്ട് അതൊന്ന് എങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യണമെന്നൊരു ഐഡിയ മാത്രം കിട്ടിയാൽ മതി. നല്ല നമുക്ക് ഒത്തിരി പൈസ കൊടുത്ത് ചെടി വാങ്ങിച്ച് കൂട്ടാതെ ഇതൊക്കെ തന്നെ നല്ല അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ശരിക്കും അത് നമ്മൾ ചെയ്യുന്ന രീതിയാണ് നമ്മുടെ ചെടിക്ക് ഭംഗി കൂട്ടുന്നതെന്നൊക്കെ പറയില്ലേ. പിന്നെ അത് പോരാഞ്ഞിട്ട് കണ്ടില്ലേ മുകളിൽ ഇത് കെട്ടിയിട്ട് അതിൻ്റെ മുകളിലും ഇങ്ങനെ ഹാങ്ങിങ് ചെയ്ത് ഒത്തിരി ചെടി. ഇതിപ്പം ഒരു ഇന്ന ഏരിയ എന്ന് തന്നെ പറയാം, നടക്കാൻ ഒരു ഇത്തിരി സ്പേസേ ഉള്ളൂ, ബാക്കി ചെടി കൊണ്ടാണ് മൊത്തം അത് കവർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ ക്രിസ്മസ് ട്രീ ഒക്കെ നല്ല വലിയ മരമായിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നത് ഒരു ക്രിസ്മസ് ട്രീ ആണ്, ക്രിസ്മസ് ട്രീയുടെ മരം. തൊട്ടപ്പുറത്തും ഇതേ രീതിയിലുള്ളൊരു മരമുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പാർട്ട് അടുത്തൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.